നമ്മളെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് നേരം വൈകി ഒന്ന് വീഡിയോ എടുക്കാനൊക്കെ. അപ്പോൾ മോള് ക്ലാസ്സിൽ പോകാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേട്ടോ. രാവിലെ ചായ കുടിക്കണമെങ്കിൽ പത്തിരിയൊക്കെ കഴിക്കണമെങ്കിൽ ഒരു യുദ്ധമൊക്കെ പ്രഖ്യാപിക്കണം, അല്ലാണ്ടൊന്നും ഭക്ഷണമൊന്നും വയറ്റിലേക്ക് അങ്ങനെ അങ്ങ് പോകില്ല കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ പച്ചക്കായി മീനിട്ട് വിരകിയതാണ് കേട്ടോ. മീനിട്ട് വിരകി അതുപോലെ തന്നെ പത്തിരി ആണ് ആക്കിയത്. അതാണ് ഞാൻ പത്തിരിക്ക് കൂട്ടിയത് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് പത്തിരിക്ക് മീൻ ഇട്ട് പച്ചക്കായ് വരകിയത്. അപ്പോൾ അത് മതി എന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ചോറിന് വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലേനു കേട്ടോ, ചോറിന് വെള്ളം ഇടുന്നതൊന്നും. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞേരാന്ന് ഓർമ്മ വന്ന് വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇന്ന് ഞാൻ അയിലയും അതുപോലെ തന്നെ ചെറിയ മത്തിയുണ്ട്, പിന്നെ ആന ചവിട്ടിയുണ്ട്. അതിന്ന് കറി വെക്കാമെന്ന് വിചാരിച്ച്. പച്ചക്കായ് വിരകിയ കുക്കറിൻ്റെ മുകളിൽ ഒരു തുണി കഷ്ണം കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അത് ഞാൻ കുക്കറിൽ നിന്ന് മൂടി ടൈറ്റായിട്ട് നിൽക്കേണ്ടിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് മാറ്റിയില്ലേനു. ക്ലീനിങ് കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. ഡൈനിങ് ഹാളൊക്കെ മൊത്തത്തിൽ നാറിക്കെടുക്കുകയാണ്. എനിയിപ്പോൾ ഒന്ന് അടിച്ച് വാരി തുടച്ചിടണം. എൻ്റെ വീട്ടിലൊന്ന് പോകാനുണ്ട്. അതിനാണ് വേഗം ഞാൻ ചോറിന് വെള്ളം ഇട്ടിട്ട് ഇനിയിപ്പോൾ കറി ഒക്കെ ആക്കിയെടുത്തിട്ട് വേണം പോകാൻ. പെട്ടെന്ന് കറിയൊക്കെ ആക്കണം കേട്ടോ. ഇനി മുളകിട്ടത് മാത്രം ആക്കിയാൽ മതി. പിന്നെ പച്ചക്കായ് വിരകിയതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂട്ടി ഒരു കഴിച്ചോളും. പിന്നെ അടിച്ച് വാരലും തുടയ്ക്കലും അതുപോലെ തന്നെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നതാണ്. വന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ മുളകിട്ട് കലക്കി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ചോറ് ഇവിടെ നല്ലോണം ഒന്ന് വെന്ത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് പഴവും പൊരിച്ച് വെക്കാമെന്ന്. പഴം ഉണ്ടായിരുന്നു, നല്ലോണം പഴുത്ത പഴം ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് ശേഷം മൈദയും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മൈദ ഒന്ന് കലക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പഴം പൊരിച്ചത് ഇവിടെ നല്ലോണം നടക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും പഴം പൊരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ആ പഴം വെറുതെ കളയണ്ടല്ലോ, അതിങ്ങനെ പൊരിച്ചാടെ വെച്ചാൽ ആരെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ മൈദയും പഞ്ചസാര അതുപോലെ തന്നെ ഉപ്പും ഒരു നുള്ളുപ്പും ഏലക്കായും പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കലക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മൾ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിച്ചത്. ശേഷം ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ഒന്നിಗೆ തൈര് ചേർത്ത് കൊടുക്കും, കുറച്ച് തൈര് ചേർത്ത് കൊടുക്കും. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ തൈരില്ലായിരുന്നു കേട്ടോ, ഞാൻ ലേശം മോരുണ്ടായിട്ട് അത് ചേർത്ത് കൊടുത്തിനു. പിന്നെ അപ്പോൾ നല്ലോണം പൊന്തി വരും കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ കോൺഫ്ലവറിൻ്റെ അതും കൂടി അത് ചേർത്ത് കൊടുത്താലും നല്ലോണം ഇങ്ങനെ പൊന്തി വരും. നമ്മൾ ഹോട്ടലിലൊക്കെ കൊടുക്കുന്നില്ല അതുപോലെ പൊന്തി വരും കേട്ടോ. ഹോട്ടലിലൊക്കെ കൊടുക്കുകയെന്ന് വെച്ചാൽ തലേന്ന് തന്നെ മാവൊക്കെ കൂട്ടി വെച്ചാലും അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയും നല്ലോണം പൊളിച്ച് വരും. നമുക്ക് ശരിക്കും ഈ ഒരു പഴം പൊരിച്ച കൊണ്ടൊക്കെ ഒരു വരുമാന മാർഗ്ഗമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വിചാരിച്ചാൽ നമ്മൾ ഹോട്ടലിലോ അല്ലെങ്കിൽ ബേക്കറി കടകളിലൊക്കെ കൊടുത്താൽ നമുക്ക് 10 റുപ്യ വരുമാനം ഉണ്ടാക്കാം കേട്ടോ. ഇതിനെ കൊണ്ടൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഇത് സമൂസ അതുപോലെ തന്നെ കുക്കറപ്പം അങ്ങനെ കണ്ട സംഭവങ്ങളൊക്കെ ഏകദേശം ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കുറേ സമ്പാദിക്കാനൊന്നുമല്ല, നമ്മളെ കാര്യങ്ങൾക്കൊക്കെ ഒരു 10 റുപ്യ നമ്മളെ കൈമ കിട്ടുക എന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യമല്ല. പഴംപൊരിയൊക്കെ പുറത്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ 7 റുപ്യ ഉണ്ടാന്ന് കൊടുക്കൽ കേട്ടോ. പിന്നെ ഞാൻ കൽമാസ് ഉണ്ടാക്കിയിട്ട് കൊടുക്കലുണ്ട് അതിന് ബേക്കറിയിലേക്ക്. അത് ഞാൻ 10 റുപ്യ ഉണ്ടാന്ന് കേട്ടോ കൊടുക്കൽ. ഓല് 15 റുപ്യ കൊണ്ട് വിൽക്കലതിനെ. അപ്പോൾ ഇപ്പം ഞാൻ കൊടുക്കുന്നില്ല. ഇപ്പം എനിക്ക് പുറം വേദന ഉള്ളത് കൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് ഇപ്പം അങ്ങനെ പോക്കില്ല കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കലുണ്ടായിരുന്നു. നല്ല ഒരു ദിവസം നമുക്കൊരു 200 റുപ്യ എന്തായാലും നമുക്കൊരു കൈമ കിട്ടും. കൽമാസ് എന്ന് പറഞ്ഞാൽ ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള റെസിപ്പിയാണല്ലോ. അപ്പോൾ അതിനൊക്കെ റേറ്റ് ഉണ്ടല്ലോ. അതിനെക്കൊണ്ട് ചിക്കൻ്റെ ഏത് സാധനത്തിനും ചിക്കൻ്റെ സാധനത്തിനൊന്നല്ല, ചിക്കൻ്റെ ചെറിയ ചെറിയ കടികൾക്കൊക്കെ 15 റുപ്യാണ് അധികം ആൾക്കാരും ഇവിടെ ഒക്കെ വാങ്ങുന്നത് കേട്ടോ. പഴംപൊരി ഹോട്ടലിലേക്കൊക്കെ കൊടുക്കുകയെന്ന് വെച്ചാൽ ഇതേപോലെ നീളത്തിൽ മുറിച്ചിട്ടിട്ട് നമ്മൾ നമ്മളെ മാവിലേക്ക് ഇതാക്കിയിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. നല്ലോണം പൊന്തി തന്നെ വരും. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കൂട്ടി വെക്കണം കേട്ടോ മാവ്, എന്നാലും അത് നല്ലോണം പൊള്ളിച്ച് വരും. മുട്ടയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കൂടിയും കൂട്ടിയാൽ മതി കേട്ടോ. അതും നല്ലോണം പൊന്തി വരും കേട്ടോ, കാണാൻ മാത്രം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൽമാസ് കൊടുത്തിനെന്ന്. കൽമാസ് കൊടുത്തവരും നല്ലൊരു മാഷാ അല്ലാഹ് എനിക്ക് നല്ലൊരു ലാഭം കിട്ടീനു കേട്ടോ. അതിൻ്റെ മുകളിൽ തന്നെ
2 3 4 പീടിയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു സാധനം കൊണ്ട് വിറ്റാൽ നമുക്കൊന്നുമില്ലെങ്കിലും ഒരു 200 റുപ്യ 300 റുപ്യ ഒരു ദിവസം കൊണ്ട് നമുക്ക് കൈമ കിട്ടും കേട്ടോ. കൽമാസിൻ്റെ റെസിപ്പി വേണ്ടിയോല് കമൻ്റായിട്ടൊന്ന് അറിയിക്കട്ടെ, ഞാൻ അതുപോലെ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ അതെങ്ങനെയാണ് നമുക്ക് അതിമക്ക് ലാഭം എടുക്കാമെന്ന് അതും പറഞ്ഞു തരും കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ വേണ്ടുന്നോല് കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുക വെച്ചാൽ മറന്നു പോവാണ്ടൊന്ന് ലൈക്ക് അടിച്ചേക്കണേ.